വിജയ് അഭിനയിച്ച ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഷാജഹാൻ എന്ന ചിത്രം. ഈ ചിത്രം റിലീസായത് 2001 2001 നവംബറിലാണ് ഈ ചിത്രം റിലീസാവുന്നത്. അതായത് വിജയ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആക്ഷൻ ചിത്രങ്ങൾക്കിടയിൽ വീണ് കിട്ടിയ ഒരു പ്രണയ ചിത്രമാണ് ഈ ഷാജഹാൻ എന്ന ചിത്രം. കാതലിക്ക് മര്യാദ ഇവിടെ അനിയത്തി പ്രാവ് ഡബ് ചെയ്ത് റീമേക്ക് ചെയ്ത ഒരു സിനിമയാണല്ലോ. അപ്പോൾ ഒരു വിജയ് അഭിനയിച്ച പ്രണയാർദ്രമായ ഒരു ചിത്രമാണ് ഷാജഹാൻ. ഈ ചിത്രത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് രവിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം. ഈ ചിത്രം നമ്മുടെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷാജഹാൻ എന്ന ഒരു പേര് പോലെ തന്നെ പ്രണയത്തിൽ അധിഷ്ഠിതമായ പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് ഈ ഷാജഹാൻ. ഷാജഹാനിൽ വിജയ് ചെയ്ത അശോക് എന്ന കഥാപാത്രം. ഈ അശോക് എന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗിരി എന്ന സുഹൃത്ത്. ഈ ഗിരി എന്ന സുഹൃത്തും ഈ അശോകിൻ്റെ ഏറ്റവും അടുത്ത, അതായത് വിജയ് ചെയ്ത അശോകിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗിരിക്ക് ഒരു പ്രണയം ഉണ്ടാകും. അപ്പോൾ ഈ പ്രണയം ഉണ്ടാകുമ്പോൾ ഈ പ്രണയത്തിനെല്ലാം കുറിച്ച് പ്രണയം ഒരുമിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വിജയ് ഇവരുടെ ഈ പ്രണയത്തിൽ ഇടപെടുകയും അതിനെ തുടർന്ന് ഈ പ്രണയത്തിൽ ഇടപെട്ട് പ്രണയം സക്സസ് ആക്കാൻ നോക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ വിജയിൻ്റെ കൂട്ടുകാരനായ ഈ ഗിരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മാനസിക നില തെറ്റുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ മാനസിക നില തെറ്റിയ സുഹൃത്ത് എന്തുകൊണ്ട് മാനസിക നില തെറ്റി? കാര്യം ഈ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഈ മാനസിക നില തെറ്റുവാൻ ഉള്ള പ്രധാന കാരണം ഈ പ്രണയപരാജയമാണ്. അപ്പോൾ വിജയ് തീരുമാനിക്കുകയാണ്, അതായത് അശോക് എന്ന കഥാപാത്രം, സിനിമയിലെ അശോക് എന്ന കഥാപാത്രം, വിജയ് ചെയ്ത കഥാപാത്രം തീരുമാനിക്കുകയാണ് പ്രണയിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളൊരു കാര്യം. അതിനെ തുടർന്ന് വിജയ് ഒരു മഹി എന്ന് പേരുള്ള, റിച്ച പല്ലോടാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്, മഹി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നു. ഈ വിജയിന് ഈ പെൺകുട്ടിയുമായി പരിചയപ്പെടുമ്പോൾ വിജയിന് ഈ കുട്ടിയോട് പ്രണയം തോന്നുന്നു. പക്ഷേ ഈ പ്രണയം അതായത് വിജയ് ചെയ്ത അശോക് എന്ന കഥാപാത്രം ഈ പ്രണയം ഈ മഹി എന്ന് പറയുന്ന യുവതിയോട് പ്രണയം തുറന്നു പറയുന്നില്ല. ഈ പ്രണയം തുറന്നു പറയാത്തത് കാരണം അത് പറയാതെ മനസ്സിൽ വെച്ചിരിക്കുകയും മറ്റും ചെയ്യുകയാണ്. ആ സമയത്ത് ഈ മഹി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, മറ്റൊരു പ്രണയത്തിലാണ്. രാജ എന്ന് പറയുന്ന, നമ്മുടെ കൃഷ്ണ ചെയ്ത റോള് രാജ എന്നു പേരുള്ള ഒരു യുവാവുമായി മഹി പ്രണയത്തിലാണ്. ഇത് സിനിമയുടെ അവസാനം വരെയും ഈ പ്രണയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ വിജയ്. ഈ സിനിമയുടെ അവസാനമാകുമ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട്, അപ്പോൾ ഈ മഹി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ഇവരുടെ പ്രണയബന്ധത്തെ എതിർക്കുന്നു. അപ്പോൾ ഈ പ്രണയബന്ധത്തെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെ വീണ്ടും ഉള്ളിൽ ആ വിഷമവും ദുഃഖവും വെച്ചുകൊണ്ട് തന്നെ ഈ വിഷമം വെച്ചുകൊണ്ട് തന്നെ ഇവരെ ഒന്നിപ്പിക്കാൻ വിജയ് ശ്രമിക്കുന്നു. അപ്പോൾ വിജയിന് ഉണ്ടാകുന്ന, അതായത് താൻ പ്രേമിച്ച അല്ലെങ്കിൽ പ്രണയിച്ച പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ഇഷ്ടമാണ്, ആ കാര്യം തുറന്നു പറയാൻ കഴിയാത്ത പ്രണയം ഉള്ളിൽ വെച്ചിരുന്നതൊക്കെ വിജയിന് അവസാനം ഒരു വല്ലാത്തൊരു മാനസിക വിഷമവും ഒരു മാനസിക നില താറുമാറാവുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ എന്നാലും വിജയ് അവരുടെ പ്രണയം സാധ്യമാക്കി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഷാജഹാൻ എന്ന ചിത്രത്തിൻ്റെ കഥ. അപ്പോൾ ഇതിനുള്ളിൽ വിവേകിൻ്റെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഷാജഹാൻ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാജഹാൻ ചിത്രത്തിലെ ഗാനരംഗങ്ങളാണ്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് വൈരമുത്തുവും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മണി ശർമ്മയാണ്. മണി ശർമ്മ വളരെ വ്യത്യസ്തമായ ഓരോ ഗാനങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി സംഗീതം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ വളരെ അന്ന് ഏറ്റവും കൂടുതൽ ഒരു എൻ്റർടൈനർ വാല്യൂ ഉള്ള ഒരു സിനിമയായിരുന്നു ഈ ഷാജഹാൻ എന്ന ചിത്രം. എന്തായാലും വിജയ് ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള ലെവലിലേക്ക് വരുന്നതിനിടയിൽ നമുക്ക് വിജയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു പ്രണയ ചിത്രമാണ് ഈ ഷാജഹാൻ എന്ന ചിത്രം. ഈ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വീണ്ടും ഇൻ്റർനെറ്റിൽ സിനിമ കാണാവുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പോൾ ഈ ന്യൂജൻ, അതായത് 2001 ഇറങ്ങിയ സിനിമയാണിത്. ഇപ്പോൾ 2024 അപ്പോൾ 2001 ശേഷം ജനിച്ചവർക്ക് ഈ സിനിമ 2001 ഇറങ്ങിയതുകൊണ്ട് അവർക്ക് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുമല്ല, വിജയനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ കോളേജ് കുട്ടികളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഈ ആക്ഷൻ സിനിമകളുടെ ഇടയിൽ ഈ ഷാജഹാൻ എന്നൊരു ചിത്രം ഉണ്ടെന്നും ആ സിനിമ കാണുവാൻ ഉള്ള അവസരം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കുമെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഷാജഹാൻ ഒന്ന് കാണുക, അതിൻ്റെ ആ പ്രണയം ഒന്ന് ആസ്വദിക്കുക.